നമസ്കാരം. എൻ്റെ മുത്തശ്ശനായ ബ്രഹ്മർഷി പത്മനാഭ വൈദ്യരുടെ ഒരായുഷ്കാലത്തിൻ്റെ വൈദ്യ തപസ്സിൻ്റെ ഫലമാണ് വരും 25 ദിവസത്തെ കോഴ്സിലൂടെ നിങ്ങൾ സേവിക്കാൻ പോകുന്ന കർഷാമൃത വടകം എന്ന ഈ ദിവ്യ ഔഷധക്കൂട്ട്. ദുർമേധസ്സില്ലാത്ത, കഷണ്ടിയില്ലാത്ത, വെളുത്ത് ഉയരമുള്ള, സൗന്ദര്യമുള്ള ഒരു ജനത, അതാണ് ആ മഹാത്മാവിൻ്റെ ദിവ്യദർശനം. അത് നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു എളിയ സേവകൻ മാത്രമാണ് ഞാൻ. വരൂ, ആയുർവേദത്തിലൂടെ നമുക്ക് പുനർജനിക്കാം. ഉപവിഷ്ടരായാലും നിങ്ങളുടെ ഡിന്നർ തയ്യാറാണ്. ഡിന്നറിനോടൊപ്പം കർഷാമൃത വടകവും സേവിക്കുക. നിങ്ങളുടെ പ്ലേറ്റിലിരിക്കുന്ന 2 മുന്തിരികൾ ഓരോന്നായി വായിലിട്ട് 4 മിനിറ്റ് വീതമെടുത്ത് ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കുക. ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഡിന്നർ. സച്ചിൻ, ലൂക്ക. ഉറങ്ങുവാനുള്ള സമയമായിരിക്കുന്നു. ലൈറ്റുകൾ അണയ്ക്കുകയാണ്. എന്ത് പരിപാടിയാടി ഇത്? ലൈറ്റ് ഓഫ് ചെയ്താന്ന് തോന്നുന്നു. ഓ, അത് ശരി. നീ എവിടെന്നാ? ഞാൻ കൊച്ചിന്നാ. ഞാൻ തൊടുപുഴേന്നാ. അതിനാ ഒച്ച കേട്ടെ? ഞാനിരുന്ന. നീ ആര് പറഞ്ഞിട്ടാ ഇവിടെ വന്നേ? ഞാൻ മനസ്സിലായി, പെണ്ണാലേ. എന്നെ അതെ, വൈഫ്. വെറുതെ അല്ല, ഭാര്യ. അതെന്താ അത്? ഞാനൊന്ന് ഇരിക്കാൻ നോക്കിയതാ. ഓഹോ. Rahul ji, finally we have landed on a tagline. Simple but effective in തടി തുടച്ചു നീക്കാൻ പോകുന്നു, കർഷാമൃത വടകം. ഹൗസ് ഇറ്റ്? നമുക്ക് തടിയന്മാരുടെ സെൽഫ് എസ്റ്റീമിനെ ഹേർട്ട് ചെയ്യാൻ സാധിക്കണം. എന്നാലേ അവരൊന്ന് കോഴ്സിന് ചേരൂ. തടിയന്മാരെ തുടച്ചു നീക്കാൻ പോകുന്നു. ഹൗസ് ദാറ്റ്? ഓസം രാഹുൽ ജി, നൈസ്. രാഹുൽ ജി, നമ്മുടെ പ്രിന്റഡ് ക്യാമ്പയിൻ റെഡി ആയിട്ടുണ്ട്. പ്ലീസ് ഹാവ് എ ലുക്ക്. റീത്തോ, നിങ്ങളുടെ ഭർത്താവ് ഒരു പൊണ്ണത്തടിയനോ? ഇത് കൊള്ളാം. തടിയന്മാരുടേതൊരു മോശം സെക്സ് ലൈഫാണെന്ന് നമുക്ക് വരുത്തി തീർക്കാൻ സാധിക്കണം. ഗുഡ് വർക്ക്. താങ്ക് യു രാഹുൽ ജി. വി ഹാവ് 2 more slides. തടി നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുവോ? നെക്സ്റ്റ്. മകളുടെ തടി നിങ്ങൾക്ക് അപമാനമോ? തടിയന്മാരുടെ ചുറ്റുമുള്ളവർ കൂടെ നമുക്ക് ഇൻസെക്യൂർ ആക്കണം രാഹുൽ ജി. നൈസ്. രാഹുൽ ജി, നമ്മുടെ TV കമേഴ്ഷ്യലിന്റെ കാര്യം. ഓ യെസ് യെസ്. രവിജി, യെസ് ജി. നമ്മുടെ പരസ്യത്തിന് ഒരു സാധാരണ TV ആഡിൻ്റെ ഒരു കോസ്മെറ്റിക് ലുക്കൊന്നും വേണ്ട. എന്താ പറയുക, ഒരു പബ്ലിക് അവയർനെസ് പ്രോഗ്രാം പോലെ
തോന്നണം. യെസ് യെസ്. ജനങ്ങൾ സ്വന്തം അമ്മയെ പോലെ വിശ്വസിക്കണം ഈ ബ്രാൻഡിന്. രവിജി ഒരു പാർലി ജി. താങ്ക് യു ജി. വെൽക്കം ജി. രാവിലെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും നല്ല മുട്ട റോസ്റ്റും ആണെന്നാ പറഞ്ഞേ. നമ്മളിവിടെ ജോയിൻ ചെയ്ത് തടി കുറയ്ക്കാനല്ലേ ഭായി. കൺട്രോൾ പതറരുത്. എവിടെ പട്ടിണിയെടുത്ത മനുഷ്യൻ്റെ നട്ടെല്ലാം ഒട്ടിപ്പിടിക്കുക. ദയവായി നിങ്ങളുടെ സെറ്റിംഗ്സ് 84ലേക്ക് മാറ്റുക. എനിക്കിവിടെ തീരെ അങ്ങോട്ട് പിടിക്കണല്ല. എന്ത് കോലോട് പടി ചിരിപ്പിച്ച് കൊല്ലല്ല. ബട്ടൺ ചോറുണ്ടല്ലോ. എന്തൊക്കെയുണ്ടാ? സീരിയസ് ആണോ? മച്ചാനെ, നിനക്ക് പറ്റാത്ത പണിയാണത്. ഈ കോമാളി വേഷമൊക്കെ ഊരി വെച്ചിട്ട് ആ ബാഗ് എടുത്തിട്ട് വാ. നമുക്ക് വീട്ടിൽ പോവാ. ചെറിയ ക്രിസ്മസ് പൊളി പൊളിക്കാം. ഞാനല്ലടാ. ക്രിസ്മസ് ആയിട്ട് നീ ഇവിടെ കിടക്കാൻ പോണോ? അവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കണേണ്. ഇപ്രാവശ്യം ആര് ക്രിസ്മസ് പാപ്പയാവും? ഈ ടൈമിൽ തന്നെ ഞാൻ ഈ കോഴ്സ് എടുത്തതിൻ്റെ മെയിൻ കാരണം ക്രിസ്മസിനുള്ള ഫുഡും പലഹാരങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ക്രിസ്മസ് പപ്പ ഇല്ലാത്തൊരു ക്രിസ്മസ് ആയിക്കോട്ടെ ഇത്. നിങ്ങളുടെ യോഗയ്ക്ക് സമയമായിരിക്കുന്നു. എനിക്ക് യോഗയ്ക്ക് സമയമായി. എടാ, ഞാൻ നൈറ്റ് റൈഡറോട് എന്ത് പറയും? ഇത് വിട്ടിട്ട് പോകുന്ന ലാൻഡ്മേരോട് ഞാൻ എന്ത് പറയും? ശവാസനത്തിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റുള്ളൂ. ലൂക്കാജി, ലൂക്കാജി, ലൂക്കാ. സൈലൻസ്. ഇന്നലെ 2 മുന്തിരി, ഇന്നൊരു നെല്ലിക്ക. ഇങ്ങനെ പട്ടിണി കിടന്ന് തടി കുറയ്ക്കാനാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നാൽ പോരെ. ഈ കോഴ്സ് എത്ര പേര് കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. എല്ലാവരും പാതി വഴിക്കിട്ടിട്ട് പോയാ ലാഭം ആർക്കായി? അല്ല ഭായി, ഈ വിൽ പവർ. എടാ കോപ്പേ, ഫുഡ് അടിച്ചില്ലെങ്കിൽ ആള് കാഞ്ഞു പോവില്ലേ? അളിയാ, വെറും വയറ്റിൽ കിടന്ന നിനക്ക് ഉറക്കം വരുമോ? ദേ, നല്ല ചൂട് പുട്ട്, നല്ല 1-ാം തരം കടലക്കറി, 2 പപ്പടം അങ്ങ് പൊടിച്ചിട്ട് എൻ്റെ അളിയാ, നിനക്ക് സഹിക്കാൻ പറ്റുമോ?